ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറച്ചി പത്തിരി. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഗോതമ്പ് പൊടി, 3/4 കപ്പ് മൈദാമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്, 200 ഗ്രാം ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം മാവൊന്ന് കുഴച്ച് വയ്ക്കാം. ഇത് ഗോതമ്പ് മാവാണ്, ഇത് മൈദയാണ്. അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അങ്ങനെ മാവൊക്കെ റെഡിയായി. ഇതിനകത്ത് ചേർത്ത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്ന് പറഞ്ഞത് വറുത്ത പത്തിരിപ്പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ, പാക്കറ്റിലെ, അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അടുപ്പ് കത്തിക്കാം. ചൂടായ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, എണ്ണ ചൂടായി. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ അത് 1 ടീസ്പൂൺ, ഒരു വലിയ പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത്, കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, ഉള്ളി നന്നായിട്ട് വാടി. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇട്ടാണ് ചിക്കൻ വേവിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പോരെങ്കിൽ പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വിനീഗർ. ഇനി മിക്സിയിൽ അടിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതാ ഇങ്ങനെ ആകാവൂ, ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുത്, തരി തരിയായിട്ട്. ചതഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ട്. ഇതിന് മയം കുറവെന്ന് തോന്നുമെങ്കിൽ ഇതിന് മയം കുറവുണ്ട്. ഒരല്പം വെള്ളം തളിക്കാം, 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് മല്ലിയില ഇടാം. എരി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒരല്പം ഉപ്പ് വേണം, അല്പം കുരുമുളക് പൊടി,
ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കുരുമുളക് പൊടി. ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അത്രയും വലിയ ഉരുള വേണ്ട, കുറച്ചുകൂടെ ചെറുത് മതി. എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉരുള വലുതാക്കിയാൽ മതി. ഈ മാവിനെ ഞാൻ വലിയ 2 ഉരുളയാക്കി എടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയാലും മതി. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. അല്പം ഗോതമ്പ് മാവ് വിതറുക. അധികം അങ്ങോട്ട് കട്ടി കുറയ്ക്കണ്ട. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും വലിപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഓരോന്നിലേക്കും ഫില്ലിങ് വെച്ച് നമുക്ക് മടക്കാം. ഇനി ഇതിൻ്റെ ഈ അരികിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെയാണ് ആ ഡിസൈൻ.
ഇനി അടുത്ത ഒരെണ്ണം എടുക്കാം. ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ച് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്തത്. ഇങ്ങനെ എടുത്തതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ എല്ലാം ഒരേ ഷേപ്പിലിരിക്കും. ഇനി ഒന്നുകൂടെ ഇത് കാണിക്കാം. ഷേപ്പ് ഇതാ ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി മറ്റൊരു ഷേപ്പിലുള്ളതും കാണിക്കാം. അതേ ഷേപ്പിലുള്ള ഒരെണ്ണം എടുത്ത് അതിൻ്റെ മുകളിലിങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് ഈ അരി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അരിയിൽ ഇങ്ങനെ ഡിസൈൻ കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പത്തിരിയൊക്കെ എല്ലാം റെഡിയായി. ഒരു 14 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ട പൊങ്ങി വന്നിരിക്കുന്നു. ഇനി ഇത് കോരിയെടുക്കാം. ഇതാണ്ട നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തതിൻ്റെ ഗുണമാണ് അത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.